മറ്റ് സന്തോഷത്തിന് പുറകെ കടന്നു ചെന്ന് കർത്താവിനെ വേദനിപ്പിക്കുകയില്ല. ഈ പാടുപീടുകളെ, കർത്താവിന്റെ ത്യാഗത്തെ, കർത്താവിന്റെ കഷ്ടപ്പാടുകളെ ആത്മാർത്ഥമായി ധ്യാനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റൊരു തെറ്റിലേക്കും ഈ ലോകത്തിൻ്റെതായ ഒരു ക്ലേശതയിലേക്കും കടന്നു പോവുകയില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നാം ചിന്തിക്കേണ്ടതായ വിശ്വാസ സത്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കുരിശിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, യഹൂദന്മാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു നിന്ദ്യമായ ഒരു ശിക്ഷാവിധിയായിരുന്നു ഒരു വ്യക്തിയെ കുരിശിൽ തറയ്ക്കുക. എന്തുകൊണ്ടാണ്? 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തിയെ കുരിശിൽ തറയ്ക്കുന്നത്. ഒരു വ്യക്തിയെ കുരിശിൽ തറയ്ക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ഹീനമായ, ഏറ്റവും പരിഹാസമാത്രമായി ആ വ്യക്തിയെ ചിത്രീകരിച്ചുകൊണ്ട് കുരിശിൽ തറച്ച് കൊല്ലുക എന്ന് യഹൂദന്മാർ പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾക്കാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ കുരിശിൽ തറച്ചത്. ഒന്നാമതായി, ഏറ്റവും ഷെയിംഫുൾ ആയിട്ടുള്ള, ഏറ്റവും പരിഹാസ്യമായ, ഏറ്റവും ഇൻഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു മരണം കർത്താവിന് കൊടുക്കണം. ഇവൻ വെറുതെ മരിച്ചാൽ പോരാ, അവൻ നാണം കെട്ട് മരിക്കണം. അവൻ നാണം കെട്ട് നിന്നാപാത്രമായി അവൻ കുരിശിൽ കിടന്ന് മരിക്കണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന് അവൻ കുരിശു മരണം സമ്മാനിച്ചത്. രണ്ടാമതായി, കൊല്ലുക എന്നുള്ളത് മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം. പരമാവധി വേദന സഹിച്ച് അവൻ മരിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. വെറുതെ കൊല്ലാനുള്ളതായ ആഗ്രഹമായി വെച്ച് പല മാർഗങ്ങൾ സ്വീകരിക്കണമായിരുന്നു. അങ്ങനെ പാടില്ല. അവൻ പരമാവധി വേദന സഹിച്ച്, ഒരു വ്യക്തിക്ക് സഹിക്കാവുന്നതിനപ്പുറം ത്യാഗം സഹിച്ച്, കഷ്ടതകൾ സഹിച്ച് അവൻ വേദനിച്ച് അവൻ മരിക്കണമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ കുരിശാരോഹണം, കുരിശ് മരണം കർത്താവിന് അവർ സമ്മാനിച്ചത്. രണ്ടാമതായിട്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ നഗ്നനായിട്ട് കുരിശിൽ തറച്ചു. ഏറ്റവും പരിഹാസ്യമായ, മോസ്റ്റ് ഹ്യൂമിലിയേറ്റിംഗ്, ഒരു വ്യക്തിയെ എത്രമാത്രം അപമാനിക്കാവോ അത്രമാത്രം അപമാനിതനാക്കിക്കൊണ്ട് കുരിശിൽ നഗ്നനായി കുരിശിച്ചു. ഇന്ന് നാം കാണുന്നതായ ചിത്രങ്ങളിലൊക്കെ കർത്താവിന്റെ നഗ്നത മറയ്ക്കുവാൻ നമ്മുടെ ചിത്രങ്ങളിൽ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ചരിത്രകാരന്മാര്, വേദശാസ്ത്രജ്ഞർ നമ്മെ പഠിപ്പിക്കുകയാണ്, കർത്താവിനെ കുരിശിൽ തറച്ചത്, ഒരു കുരിശിൽ തറച്ച് കൊന്നത് നഗ്നനായി, പൂർണ്ണമായി നഗ്നനാക്കിക്കൊണ്ട് അവിടുത്തെ കുരിശിൽ തറച്ചു കൊന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി സഹിച്ചതായ കർത്താവിന്റെ പാടുപീടുകൾ, അവിടുന്ന് കുരിശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ഇതിനെ കേവലം ഒരു സാധാരണ മരണമായി, ഒരു സാധാരണ സംഭവമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നതായ ഒരു അബദ്ധ സിദ്ധാന്തങ്ങളിലേക്ക്, അബദ്ധ സഞ്ചാരങ്ങളിലേക്ക്, തെറ്റായ വിശ്വാസ രീതിയിലേക്കൊക്കെ പോകാൻ നമുക്ക് സാധ്യതയുണ്ട്. കർത്താവ് കുരിശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയേറെ ത്യാഗം സഹിച്ച്, ഒരു മനുഷ്യന് സങ്കല്പിക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ളതായ വേദനകളും കഷ്ടതകളും സഹിച്ചാണ് പ്രിയപ്പെട്ടവരെ അവിടെ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കുരിശിലെ മരണത്തിലൂടെ അവിടുന്ന് നമുക്ക് ഓരോരുത്തർക്കുമായി നൽകുന്ന 5 പ്രധാനപ്പെട്ടതായ അനുഗ്രഹങ്ങൾ, 5 പ്രധാനപ്പെട്ടതായ നന്മകൾ, ഭാഗ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സുവിശേഷ സന്ദേശം ഞാൻ അവസാനിപ്പിക്കാം. കർത്താവ് തന്റെ കുരിശിലെ ബലിയാൽ, തന്റെ കുരിശിലെ മരണത്താൽ നമുക്ക് ഏറ്റവും ആദ്യം നൽകിയതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ അനുഗ്രഹം അവിടുന്ന് തന്റെ ആത്മാവിനെ നമുക്ക് നൽകി. അവിടുന്ന് തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. പരിശുദ്ധാത്മാവിന്റെ നിറവാൽ കർത്താവിന്റെ മരണശേഷം ഇനി ദൈവത്തിന്റെ മക്കൾ നയിക്കപ്പെടേണ്ടത്, ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുന്നോട്ട് നീങ്ങേണ്ടത് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടു കൂടിയാണ്. ഇനിമേൽ നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് സഹായകനായി ഒരു ആത്മാവിനെ ഞാൻ അയക്കുമെന്ന് കർത്താവ് തന്റെ വചനത്തിൽ പഠിപ്പിക്കുന്നു. വീണ്ടും അവിടുന്ന് കുരിശിൽ മരിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞാണ് മരിച്ചത്, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പിതാവിനെ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ആത്മാവിനെ മാനവകുലത്തിന് മുഴുവൻ കർത്താവ് സമ്മാനമായി നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ അതിന്റെ പൂർണ്ണതയിൽ നാം സ്വീകരിക്കുന്നത് കർത്താവിന്റെ മരണത്തോടു കൂടിയാണ്. അവിടുത്തെ കഷ്ടതകളോട് ചേർന്ന് അവിടുത്തെ മരണത്തെ ധ്യാനാത്മകമായി ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പൂർണ്ണമായ ഒരു ആവാസം, ദൈവത്തിന്റെ ആത്മാവിന്റെ പൂർണ്ണമായ ഒരു ഇടപെടൽ നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമെന്ന് കർത്താവിന്റെ കുരിശിലെ ബലി പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി, കർത്താവ് തന്റെ കുരിശിലെ ബലിയിൽ ലോകത്തിന് നൽകിയതായ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്മാനം തന്റെ അമ്മയെ ലോകത്തിന് മുഴുവൻ അവൻ അമ്മയായി നൽകി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ശ്രീകാല സുവിശേഷം 20-ാം അധ്യായത്തിൽ കർത്താവ് മരിക്കുന്നതിന് മുൻപ്, കർത്താവ് മരിക്കുന്നതിന് തൊട്ടും പറഞ്ഞ കാര്യം എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നതിന് തൊട്ടു മുൻപ് കർത്താവ് ചെയ്തതായ, നൽകിയതായ കാര്യം, തന്റെ പ്രിയ ശിഷ്യൻ, തന്റെ ഇഷ്ട ശിഷ്യൻ തന്റെ മുൻപിൽ നിൽക്കുന്നതുകൊണ്ട് കർത്താവ് പറയുകയാണ്, മകനെ, ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറയുന്നു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായ്ക്ക് നൽകിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ശ്ലീഹ നമ്മുടെയൊക്കെ പകരക്കാരനാണ്. മുഴുവൻ ക്രൈസ്തവരുടെയും, കർത്താവിൽ വിശ്വസിക്കുന്ന
സകലരുടെയും പ്രതിനിധിയായിരുന്നുകൊണ്ട് യോഹന്നാൻ ശ്ലീഹാ പരിശുദ്ധ അമ്മയെ ആ നിമിഷം മുതൽ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് വചനം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്റെ കുരിശിലെ ബലിയിൽ, പലേ ദിവസത്തെ ബലിയിൽ, കുരിശിലെ ബലിയുടെ മുന്നാസ്വാദന നിലയിൽ പരിശുദ്ധ പെസഹാ തിരുനാൾ ആഘോഷിച്ചപ്പോൾ തന്റെ ശരീരവും രക്തവും അവിടുന്ന് നമുക്ക് രക്ഷയ്ക്കായി, അവിടുന്ന് നമുക്ക് ജീവന്റെ ഔഷധമായി നൽകിയെങ്കിൽ, കുരിശിലെ യഥാർത്ഥമായ ബലി പൂർത്തീകരിക്കപ്പെടുന്നതിന് മുൻപ് കർത്താവ് തനിക്കുള്ളതായി എല്ലാം നൽകുന്നു. തന്റെ അമ്മയെ പൂർണ്ണമായി പരിശുദ്ധ സഭയുടെ മക്കൾക്ക് അനുഗ്രഹത്തിന് സംരക്ഷണത്തിനായി നൽകിക്കൊണ്ടാണ് അവിടുന്ന് ഈ ഭൂമിയോട് വിട പറയുക. മൂന്നാമതായി, കർത്താവിന്റെ കുരിശിലെ ബലിയിൽ നമുക്ക് നൽകപ്പെടുന്നതായ മൂന്നാമത്തെ സമ്മാനം അവിടുന്ന് പരിശുദ്ധ സഭയെ നമുക്കായി നൽകി. രക്ഷയുടെ കോട്ടയായി, രക്ഷയുടെ സിംഹാസനമായി, രക്ഷയുടെ ഉറവിടമായി അവിടുന്ന് പരിശുദ്ധ സഭയെ സ്ഥാപിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുരിശിലെ കർത്താവിന്റെ ബലിയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ അനുഗ്രഹം. പരിശുദ്ധ സഭയിലൂടെ കർത്താവിന്റെ കുരിശിലെ ബലിയുടെ രക്ഷയുടെ അനുഭവം ഓരോ ദിവസത്തിലും ഓരോ നിമിഷത്തിലും നാം അനുഭവിക്കുന്നു. കർത്താവിന്റെ കുരിശിലെ ബലി ഇന്നും തുടരുന്നത്, കർത്താവിന്റെ കുരിശിലെ ബലിയുടെ നന്മ, കർത്താവിന്റെ കുരിശിലെ ബലിയുടെ സൗരഭ്യം നാം തിരിച്ചറിയുന്നത് പരിശുദ്ധ സഭയിലൂടെയാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ ബലിയുടെ തുടർച്ചയാണ് പരിശുദ്ധ സഭയെന്ന് സഭാപിതാക്കന്മാരെ വിളിക്കുക. യേശുക്രിസ്തുവിന്റെ കണ്ടിന്യൂവേഷൻ, കർത്താവിന്റെ തുടർച്ച, അത് പരിശുദ്ധ സഭയിലൂടെ സംജാതമാകുന്നു. പരിശുദ്ധ സഭയുടെ ഭാഗമായി നിൽക്കുമ്പോൾ, പരിശുദ്ധ സഭയുടെ ഭാഗമായി നിൽക്കുവാൻ പ്രിയപ്പെട്ടവരെ അനേകം കാര്യങ്ങൾ നമ്മെ അതിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ടാകാം. ഈ ലോകം വെച്ച് നീട്ടുന്നതായ അനേകം കാര്യങ്ങൾ, ഈ ലോകം പറയുന്നതായ മറ്റു പല കാര്യങ്ങൾ, അവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അവിടെ ഇത് നടക്കുന്നു, ഇവിടെ ഇത് നടക്കുന്നു, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സഭയോടുള്ളതായ ബന്ധത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുവാൻ അനേകം കാര്യങ്ങൾ പരിശ്രമിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സഭയിൽ നിന്നും നാം മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റാരിൽ നിന്നുമല്ല, നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും ഞാനിൽ നിന്നും മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവിന്റെ പരിശുദ്ധ സഭ, അവിടെ തന്നെ മണവാട്ടിയ കുരിശിലെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയതായ, കുരിശിലെ രക്തം മോതിരമായി നൽകി ഉടമ്പടി ചെയ്തതായ പരിശുദ്ധ സഭ, കർത്താവ് കുരിശിലെ ബലിയിൽ നമുക്ക് നൽകിയിട്ടുള്ളതായ മൂന്നാമത്തെ വലിയ സമ്മാനമാണ്. നാലാമതായി, അവിടുത്തെ തിരുഹൃദയം നമുക്ക് വലിയ സമ്മാനമായി കർത്താവ് കുരിശിലെ ബലിയിൽ നൽകുകയാണ്. കർത്താവിന്റെ തിരുഹൃദയത്തിൽ നിന്നും നമുക്കറിയാം, കർത്താവ് മരിച്ചു എന്ന് കണ്ടപ്പോൾ പടയാളികളും അവിടുത്തെ തിരുവിലാവിൽ കുത്തി ഉടനെ അവിടെ നിന്നും രക്തവും വെള്ളവും ഒഴുകി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ചരിത്രം സാക്ഷിക്കുന്നതായ ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ തിരുവിലാവിൽ കുത്തിയതായ പടയാളി അവരൊരു അന്ധനായിരുന്നു. കർത്താവിന്റെ തിരുവിലാവിൽ കുത്തിയതായ വ്യക്തിക്ക് അവന്റെ ഒരു കണ്ണ് കാണുവാൻ സാധിക്കത്തില്ലായിരുന്നു എന്ന് ചരിത്രകാരന്മാർ സാക്ഷിക്കുന്നു. കർത്താവിന്റെ തിരുവിലാവിലേക്ക് അവൻ ഈ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു ഒഴുകിയിറങ്ങിയതായ രക്തം, അവിടെ നിന്ന് ഒഴുകിയിറങ്ങിയതായ വെള്ളം അവന്റെ കണ്ണിൽ അപ്പോൾ നിവദിക്കുകയും അവൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചുവെന്ന് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്റെ തിരുഹൃദയത്തിൽ നിന്നും രക്തവും വെള്ളവും ഒഴുക്കി എന്ന് പറയുമ്പോൾ അവസാന ശ്വാസം വരെ അവൻ തന്നെ പീഡിപ്പിച്ചവരോട് ക്ഷമിച്ചു എന്നുള്ളതാണ് ഈ തിരുഹൃദയം നമുക്ക് നൽകി എന്നുള്ളത് കൊണ്ട് പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുക. അവൻ നിരുപാധികം എല്ലാവരോടും ക്ഷമിച്ചു. തന്റെ അവസാനം കുത്തിയതായ പടയാളിയോടും അവിടുന്ന് ക്ഷമിച്ചുകൊണ്ട് അവിടുന്ന് അവന് പൂർണ്ണ സൗഖ്യം നൽകുകയാണ്. ഇവരുടെ ആർക്ക് സാധിക്കും അവസാനം വരെ ഇനി അവൻ മരിച്ച് അവൻ ഇല്ലാതായാലും അവനെ നശിപ്പിക്കണമെന്നുള്ളതായ ആഗ്രഹത്താൽ അവിടുത്തെ തിരുവിലാവിൽ കുത്തിയതായ പടയാളിയോടും കർത്താവ് ക്ഷമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിരുപാധികം ക്ഷമിക്കുക, നിരുപാധികം ക്ഷമിച്ച് തന്റെ തിരുഹൃദയം നമുക്ക് ദാനമായി നൽകിയതായ അവിടുത്തെ കുരിശിലെ ബലി, കർത്താവ് തിരുഹൃദയം നൽകി എന്ന് പറയുമ്പോൾ രണ്ടാമതായ ഒരു കാര്യം, അവിടുത്തെ തിരുവിലാവിൽ നിന്നും രക്തവും വെള്ളവും ഒഴുകി എന്ന് പറയുമ്പോൾ കർത്താവ് പരിശുദ്ധ കൂദാശകൾ, സഭയിലെ 7 കൂദാശകൾ, പ്രത്യേകിച്ച് വിശുദ്ധ മാമോദീസായും പരിശുദ്ധ കുർബാനയും അത് തന്റെ കുരിശിലെ ബലിയിലൂടെ അവിടെ നിവർത്തിയാക്കുകയാണ്. അതിന്റെ മുന്നാസ്വാദന ബലിയിലൂടെ നമുക്ക് അവിടെ അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ രക്ഷയുടെ അനുഭവം ഇന്ന് നാം അനുഭവിച്ചറിയുന്നത് സഭയിലെ പരിശുദ്ധ കൂദാശകളിലൂടെയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലൂടെയും പരിശുദ്ധ കുംഭസാരത്തിലൂടെയും കർത്താവിന്റെ നിരുപാധികമായ ക്ഷമ, കർത്താവിന്റെ ഒടുങ്ങാത്തതായ കരുണ, അവിടുത്തെ അചഞ്ചലമായ സ്നേഹം നാം ഇന്ന് തിരിച്ചറിയുന്നത് സഭയിലെ വിശുദ്ധ കുംഭസാരത്തിലൂടെയും സഭയിലെ പരിശുദ്ധ കുർബാനയിലൂടെയുമാണ്. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ അനുഗ്രഹം അവിടുത്തെ തിരുഹൃദയം നമുക്കായി നൽകി എന്ന് പറയുമ്പോൾ അവിടുന്ന് നിരുപാധികം നമ്മളോട് ക്ഷമിച്ചു. ഔദാസികമായ ജീവിതത്തിലേക്ക് എന്നെയും നിങ്ങളെയും അവിടുന്ന് ക്ഷണിക്കുകയും ചെയ്തു. അഞ്ചാമതായി, അവിടുന്ന് നിത്യജീവന്റെ പറുദീസ നമുക്ക് അനുഗ്രഹമായി നൽകുകയാണ്. ഇവിടെ ഇന്ന് നാം വായിച്ചു കേട്ടതായ സദാ പ്രാർത്ഥനയിലൊക്കെ അത് ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാകും. ആദം വെള്ളിയാഴ്ച സൃഷ്ടിക്കപ്പെട്ടു. വെള്ളിയാഴ്ച ദിവസം തന്നെ ആദത്തെ സൃഷ്ടിച്ചതായ കർത്താവ് അവൻ കഷ്ടതകൾ സഹിച്ചു. ആദം വെള്ളിയാഴ്ച ദിവസം പറുദീസയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. കർത്താവ്
വെള്ളിയാഴ്ച ദിവസം ഗത്സമേനിൽ നമുക്കായി പ്രാർത്ഥിച്ചു. ആറാം മണിക്കൂറിൽ വെള്ളിയാഴ്ച ദിവസം ആദം തന്റെ അവകാശത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടുവെങ്കിൽ കർത്താവിന്റെ മരണം മൂലം തന്റെ ആദാമിന്റെ മക്കൾ എല്ലാവരും തന്നെ ഈ പർദീസായുടെ അവകാശത്തിലേക്ക് തിരികെ വരികയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കുരിശിലെ ബലിയിൽ വലതുഭാഗത്തുള്ളതായ കള്ളന് പ്രകാരം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് നീ പർദീസായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. കർത്താവ് കുരിശിലെ ബലിയിൽ അവന് ഒറ്റ കാര്യം പോലും ചോദിക്കാതെ, അവന്റെ ഭാവി കാര്യമോ അവന്റെ ഭൂതകാര്യമോ ഒന്നും ചോദിക്കാതെ അവനോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായി ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, നിത്യജീവന്റെ പർദീസ കർത്താവ് തന്റെ പരിശുദ്ധ കുരിശിലെ ബലിയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കരഗതമാക്കിയിരിക്കും. നമ്മുടെ കൈകളിൽ അവിടുന്ന് ഫലമേൽപ്പിക്കുന്നു. ഇത് സ്വീകരിക്കേണ്ടയോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ഒരു വ്യക്തി നാശത്തിലേക്ക് ചലിക്കുന്നത് അവന്റെ തെരഞ്ഞെടുപ്പ് കൊണ്ടാണ്. ഒരു വ്യക്തി ജീവനിലേക്ക് ചലിക്കുന്നതും അവന്റെ തെരഞ്ഞെടുപ്പ് കൊണ്ടാണ്. നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, നാം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചില കാര്യങ്ങൾക്ക് വേണ്ടി കെടുത്തിയാടുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, ഈ ചെയ്യുന്നത് വഴി, ഈ പറയുന്നത് വഴി ഞാൻ നിത്യശിക്ഷയിലേക്കാണോ നിത്യജീവനിലേക്കാണോ ഞാൻ പ്രവേശിക്കുന്നത്? എന്റെ കർത്താവ് കുരിശിലെ ബലിയിൽ അവിടുന്ന് എനിക്കാണ് നൽകിയതായ നിത്യജീവന്റെ ആ പർദീസ സ്വന്തമാക്കുവാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തടസ്സമാകുന്നുണ്ടോ? ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തടസ്സമാകുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ അതിൽ നിന്നും മാറി ജീവിക്കാൻ ഈ കുരിശിലെ ബലിയിൽ കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ആ നല്ല കളനെ പോലെ നമുക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ആത്മാർത്ഥമായി ഹൃദയമൊരുക്കി പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞാൻ മരണപ്പെട്ടാലും അങ്ങയോടുകൂടെ പർദീസായിരിക്കുവാൻ എന്നെ അവിടുന്ന് അനുവദിക്കണമേ. നമ്മളെ നോക്കി കർത്താവ് പറയും, ഇത് തീർച്ചയായും നീ എന്നോടുകൂടെ പർദീസായിരിക്കും. ഒരൊറ്റ കാര്യം, നിരുപാധികം ക്ഷമിക്കുവാൻ നീ തയ്യാറാണോ? കുരിശിലെ ബലിയുടെ രക്ഷ നീ തീർച്ചയായും അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കുവാൻ ഞാനും നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ നമുക്ക് അവകാശമായി, നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹമായി അത് ലഭിക്കുക തന്നെ ചെയ്യും. ഈ ശുശ്രൂഷകള് അതൊരു ചടങ്ങായി മാത്രം തീരരുത്. കർത്താവ് ഗാഗുൽത്തായിൽ 2026 വർഷം മുൻപ് അവിടുന്ന് മരിച്ചുവെങ്കിൽ ആ മരണത്തിന്റെ രക്ഷയുടെ അനുഭവം ഇന്ന് ഈ ദേവാലയത്തിൽ, പായിപ്പാട് ഇടവകയുടെ പരിശുദ്ധ ദേവാലയത്തിൽ നാം ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ആ രക്ഷ എനിക്കും നിങ്ങൾക്ക് വ്യക്തിപരമായി സ്വന്തമാക്കുവാൻ സാധിക്കുമ്പോഴാണ് ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കുരിശിലെ ബലി അത് നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. അവിടുത്തെ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവന് വേണ്ടിയായിരുന്നു. അവിടുത്തെ പാടുവീടുകൾ നമ്മെ പുനരുദ്ധരിക്കുവാൻ വേണ്ടിയായിരുന്നു. അവിടുന്ന് വെറുക്കപ്പെട്ടവനെ പോലെ നിന്യാപരിഹാസപാത്രമായി അവിടുന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ടത് എന്നെയും നിങ്ങളെയും സ്വർഗത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ്. അത് നമുക്ക് വ്യക്തിപരമായി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച കർത്താവിനും അവിടുത്തെ പിതാവായ ദൈവത്തിന് അവിടുത്തെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി അർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ 6